ഇന്നത്തെ ഈ മട്ടൻ കുറുമയ്ക്ക് വേണ്ടി നമുക്ക് ആദ്യം ഒരു 10-12 അണ്ടിപ്പരിപ്പ് കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മസാലകളൊക്കെ ഉണ്ടാക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുതിർന്നോളും. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ഒരു 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ അതൊന്ന് ചൂടായതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസ് 5 ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നന്നായിട്ട് തിന്നായിട്ട് അരിഞ്ഞതാണ്. നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറ് മാറുന്നവരെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കാം. ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് അത്യാവശ്യം വലിയൊരു ഇഞ്ചി, പിന്നെ ഒരു 10 അല്ലെങ്കിൽ 12 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ 6 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കൂട്ടുകയൊക്കെ ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് ആ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇട്ട് കൊടുക്കുന്നത് 3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ജസ്റ്റ് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്തിൽ മാറുന്നവരെ വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ചും കൂടി എരിവൊക്കെ വേണമെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കുറച്ചും കൂടി കൂട്ടാം. ഞങ്ങളുടെ പച്ചമുളക് നല്ല എരിവുള്ളതായതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്ലീനാക്കി വെച്ച 1.5 കിലോ മട്ടനാണ് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിത് ചെറിയ തീയിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കർ ഉപയോഗിക്കാം. ഞാനിവിടെ ഈ സാധാരണ പാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു 1.5 മണിക്കൂറൊക്കെ വേണ്ടി വരും. പ്രഷർ കുക്കറാണെങ്കിൽ നിങ്ങൾക്ക് വേഗം വെന്ത് കിട്ടും. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ചെറിയ തീയിലങ്ങ് വെച്ച് കൊടുത്താൽ ആ മട്ടനിലുള്ള വെള്ളം തന്നെ അങ്ങ് ഇറങ്ങി വന്നോളും. എന്നിട്ട് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് വെന്തോളും. നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇതിനെന്തായാലും ഒരു 1.5 മണിക്കൂർ എന്തായാലും വേണ്ടി വരും. കാരണം മട്ടൻ നല്ല വേവുള്ളതാണ്. അപ്പോൾ വളരെ ചെറിയ ഫ്ലെയിമിൽ ഇവിടെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അഥവാ മട്ടൻ വെന്തതിന് ശേഷം വെള്ളം നന്നായിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ അടപ്പൊന്ന് തുറന്ന് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. നമ്മുടെ പാകത്തിനുള്ള ഗ്രേവിയായി കിട്ടും. ഇടയ്ക്കൊന്നിത് ഇളക്കി കൊടുത്താൽ മതി. പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരു 5-6 വിസിൽ അടിച്ചതിന് ശേഷം ഓഫാക്കി പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കി വെന്തിട്ടുണ്ടെങ്കിൽ മാത്രം വീണ്ടും 1-2 വിസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോൾ എൻ്റെ മട്ടൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 2 കപ്പ് കട്ടി തേങ്ങാപ്പാലാണ്. അതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ച അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. നമുക്കിതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കൂടി നമുക്ക് ഇത് വേവിച്ചെടുക്കാം.
അതിനുശേഷം അവസാനം മല്ലിയില കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിയോ നെയ്ച്ചോറോ എന്തിൻ്റെ കൂടെ ആയാലും നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്